കോട്ടയത്ത് കുഞ്ഞുങ്ങളെ വിൽക്കുന്ന മാഫിയെന്ന് 22-കാരിയുടെ പരാതി. ഗർഭിണിയായ അസം സ്വദേശിനിയോട് പ്രസവശേഷം കുഞ്ഞിനെ നൽകണമെന്നും പകരം പണം നൽകാമെന്നും സംഘം ആവശ്യപ്പെട്ടു എന്ന് യുവതി. പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സനോജ് സുരേന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സനോജ്, ഞെട്ടിപ്പിക്കുന്ന വിവരം എന്താണ്? ഏത് ആശുപത്രികൾ, സർക്കാർ ആശുപത്രികൾ കേന്ദ്രീകരിച്ചാണോ ഇത് നടക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അജിംഷാദ് 22-കാരിയായിട്ടുള്ള ആസാം സ്വദേശിയുടെ പരാതിയിൽ ഈരാറ്റുപേട്ട പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. ഈ പരാതിയിൽ ഈ പെൺകുട്ടി, യുവതി വ്യക്തമാക്കുന്നത് തന്നെ ഗർഭിണിയാക്കിയതിനു ശേഷം ആ കുഞ്ഞിനെ ഒരു സംഘം വാങ്ങിയെന്നും കുട്ടിയെ തിരികെ ചോദിച്ചുവെങ്കിൽ കൂടിയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നാട് വിട്ടോണമെന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് എന്നും താൻ വലിയ ബുദ്ധിമുട്ടിലായിരുന്നുവെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ഈരാറ്റുപേട്ടയിൽ എത്തിയതിനു ശേഷം പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി പറയുകയായിരുന്നു എന്നുള്ളതാണ് യുവതി നൽകുന്ന വിശദീകരണം. എന്തായാലും ഒരു ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു റബ്ബർ തോട്ടത്തിലെ ഒഴിഞ്ഞ വീട്ടിലായിരുന്നു ഇത്തരത്തിൽ മാസങ്ങളോളം താമസിപ്പിച്ച ശേഷം ഗർഭിണിയാക്കിയതിനു ശേഷം പിന്നീട് കുട്ടി ഉണ്ടാവുകയും ആ കുട്ടിയെ ഒരു മാഫിയ സംഘം തട്ടിയെടുക്കുകയും ചെയ്തത് എന്നാണ് ഈ 22-കാരിയുടെ പരാതി. തനിക്ക് മാത്രമല്ല മറ്റു പല ആളുകൾക്കും ഇത്തരത്തിൽ സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നും മറ്റു പലരും ഈ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതുമാണ് യുവതി നൽകുന്ന മൊഴി. ഈ മൊഴിയിൽ എത്രത്തോളം വിശ്വാസ്യതയുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ ഈരാറ്റുപേട്ട പോലീസ് ആരംഭിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നിലവിൽ 2 പേരെ ഈരാറ്റുപേട്ട പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒരു തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള രാജ എന്ന് പറയപ്പെടുന്ന ആളും പുള്ളിക്കാന സ്വദേശിയായിട്ടുള്ള അർജുൻ എന്ന 2 പേരെയാണ് ഇപ്പോൾ ഈരാറ്റുപേട്ട പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പെൺകുട്ടി ഇപ്പോൾ ഉള്ളത് കോട്ടയത്ത് സ്വാതന്ത്ര്യം എന്ന ഒരു അഭയ കേന്ദ്രത്തിലാണ്. അവിടെയാണ് ഈ പെൺകുട്ടിയെ പാർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ ഈ പെൺകുട്ടിയുടെ മൊഴിയിൽ ഗൗരവമായി കണ്ടുകൊണ്ട് തന്നെയാണ് പോലീസ് ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ വസ്തുത എന്താണ് എന്ന് ഒരു കൃത്യമായ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരികയുള്ളൂ. പെൺകുട്ടിയുടെ മൊഴി പ്രകാരം നമ്മൾ ഈ കേസിന്റെ വ്യാപ്തിയെക്കുറിച്ച് നോക്കുമ്പോൾ വളരെ ഗൗരവമുള്ള ഒരു കേസ് തന്നെയാണ്. പക്ഷേ ഇത് എത്രത്തോളം വസ്തുതയുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുള്ളത്. അജിംഷാദ്, അതായത് സനോജ് സുരേന്ദ്രൻ, അതായത് ഇത് ഗർഭിണികളായവരെ വട്ടമിടുകയും അതിനുശേഷം കുട്ടികളെ എടുക്കുകയും അത് വിൽപ്പനയ്ക്ക് നിർബന്ധിക്കുകയും ചെയ്യുന്നതല്ല. അതിനു മുമ്പ് തന്നെ ഗർഭിണി ആക്കുക, അതിനുശേഷം അവിടെ തങ്ങുന്ന രീതിയിൽ പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, അതിനുശേഷം ഈ കുട്ടിയെ എടുക്കുക. അപ്പോൾ അതൊരു മാഫിയ പ്രവർത്തനം തന്നെയാണ്. ഇങ്ങനെയാണോ ഈ പെൺകുട്ടി നൽകിയ പരാതി? തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ ഒരു മാഫിയ ഉണ്ടോ എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. പെൺകുട്ടി നൽകിയ മൊഴി പ്രകാരം ഇങ്ങനെ മാഫിയ സംഘം ഉണ്ട് എന്നുള്ളതാണ് പെൺകുട്ടിയുടെ മൊഴി. അത് പ്രകാരം ഇത്തരത്തിൽ സമാനമായ അനുഭവം ഉണ്ടായത് തനിക്ക് മാത്രമല്ല മറ്റ് സ്ത്രീകൾക്കും ഉണ്ടായിട്ടുണ്ട്. ആസാം സ്വദേശിയായിട്ടുള്ള 22-കാരിയാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. താൻ അവിടെ ചെല്ലുമ്പോൾ, അതായത് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു റബ്ബർ തോട്ടത്തിലെ ഒഴിഞ്ഞ വീട്ടിൽ താൻ ചെല്ലുമ്പോൾ മറ്റ് 2 സ്ത്രീകളും സമാനമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന 2 പേരുണ്ടായിരുന്നു. അവിടെ എത്തിച്ച ശേഷം പ്രസവം കഴിഞ്ഞതിനു ശേഷം ഈ കുട്ടിയെ ചോദിക്കുമ്പോൾ ഈ മാഫിയ സംഘം തരുന്നില്ല എന്നും കുട്ടിയെ അവർ മറ്റാർക്കോ കൊടുക്കുകയാണ് എന്നും അതിനുശേഷം തന്നെ വെറും കൈയോടെ പറഞ്ഞു വിടുകയാണെന്നും പൈസ നൽകാമെന്നുള്ളതാണ് ഈ മാഫിയ സംഘത്തിന്റെ വാഗ്ദാനം എന്നുള്ളതുമാണ്. അങ്ങനെ കുഞ്ഞുങ്ങളെ വിൽക്കുന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പണി എന്നുള്ളതാണ് 22-കാരുടെ മൊഴി. എന്തായാലും ഈ 22-കാരുടെ മൊഴി പ്രകാരം ഈ കേസിന് വളരെ ഗൗരവമുണ്ട്, വളരെ വ്യാപ്തിയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ വിൽക്കുന്ന മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വേണം വിലയിരുത്താൻ. പക്ഷേ ഇത് എത്രത്തോളം വസ്തുതയുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഒരു വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാക്കാൻ പോലീസ് അത് അന്വേഷിക്കട്ടെ. അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് തുടർന്ന് എത്താം. എന്തായാലും സനോജ് സുരേന്ദ്രനാണ് ഇതുവരെയുള്ള വിവരങ്ങൾ നൽകിയത്.